Hello all, we will start to module 5, that is measurements and instrumentation module 5. Okay. In this we are having mainly transducers and digital instruments, oscilloscope, then digital voltmeters and frequency meters, as well as we are having phasor measurement unit. ഇതൊക്കെയാണ് നമുക്ക് ഈ മോഡ്യൂളിൽ മെയിൻ ആയിട്ട് പറയുന്ന ടോപ്പിക്സ്. So next, first of all we see transducer. Transducer എന്നുള്ള ടേം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. What is meant by a transducer? Transducer is a device which is usually an electrical, electronic or electromechanical device that converts one type of energy or physical attribute to another. ഒരു രൂപത്തിലുള്ളതിനെ വേറൊരു രൂപത്തിലേക്ക് യൂഷ്വലി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ട്രാൻസ്ഡ്യൂസേഴ്സും നമ്മൾ പറയുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്നാണ്. What is the speciality of an electrical transducer? It can convert any physical form into an electrical energy. The electrical transducer is defined as the transducer which convert one form of energy to electrical energy for measurement purpose. മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ, ഫോർ എക്സാമ്പിൾ ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി, അതായത് വോൾട്ടേജോ അങ്ങനെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് മെഷർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. In order to measure a non-electrical quantity, a detector is used which usually converts the physical quantity into a displacement. Physical quantity ഒരു displacement ആക്കി മാറ്റാം. This displacement will be actuating a transducer which acting as a secondary transducer gives an output which is electrical in nature. Okay. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ യൂഷ്വലി അത് ചെയ്യാം. ഓക്കെ. Then അപ്പോൾ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ has got so many advantages. What are they? One, first of all, you can have electrical amplification and attenuation that can be done easily. ആംപ്ലിഫിക്കേഷനും അറ്റീന്യൂഷനും ഒക്കെ ചെയ്യാം. അതായത് നമുക്ക് വേണ്ട രൂപത്തിലേക്ക് ആ സിഗ്നലിനെ മാറ്റാനായിട്ട്, അതായത് കൂട്ടാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു രൂപത്തിലേക്ക് കുറയ്ക്കാനോ ആയിട്ട് നമുക്ക് ഈസിയാണ് നമ്മളൊരു ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിക്ഷൻ ഒക്കെ വളരെ മിനിമൈസ്ഡ് ആയിരിക്കും. അതുപോലെ വി കൻ കൺട്രോൾ ദ ഡിവൈസ് വിത്ത് എ സ്മോൾ പവർ ലെവൽ. The electrical output can be easily used, transmitted and processed. Then remote indication or recording is easy. Miniaturization. ഇതൊക്കെയാണ് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ ബെനിഫിറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ഒരു ട്രാൻസ്ഡ്യൂസറിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സ് നോക്കാം. One is a sensing element and the other one is a transduction element. One is a sensing element and the other one is a transduction element. ഒന്ന് സെൻസ് ചെയ്യാനായിട്ട് പിന്നെ അതിന്റെ ട്രാൻസ്ഡ്യൂസറിന്റെ ഫംഗ്ഷൻ സെർവ് ചെയ്യാനായിട്ട് രണ്ട് പോർഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. In addition, there may be other auxiliary parts such as amplifiers and other signal processing equipments, power supplies, calibrating and reference sources, etc. ഇത് കൂടാതെ വേറെയും ആംപ്ലിഫയർ, അതുപോലെ തന്നെ സിഗ്നലിനെ പ്രോസസ് ചെയ്യാൻ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനുള്ള എക്യുപ്മെന്റ്, അതുപോലെ അതിന് പവർ കൊടുക്കണം വെച്ചാൽ പവർ സപ്ലൈ, അതുപോലെ കാലിബ്രേറ്റ് ചെയ്യാനുള്ള സോഴ്സ്, റെഫറൻസ് സോഴ്സ്, ഇതൊക്കെ ഉണ്ടാവും. സെൻസിങ് എലമെന്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സെൻസിങ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെസ്പോൺസ് ടു ഫിസിക്കൽ ഫിനോമിന ഓർ ചേഞ്ച് ഇൻ ഫിസിക്കൽ ഫിനോമിന. അതായത് ഒരു ഫിസിക്കൽ ഫിനോമിനയിലത്തെ ചേഞ്ചിനെ സെൻസ് ചെയ്യുന്നത്, അതായത് അത് തിരിച്ചറിയുന്നത്. ഇപ്പൊ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അറിയുമെന്ന് പറയും, ആ സെൻസ് ചെയ്യുന്ന പറയും. ആ സെൻസിങ് നടത്തുന്ന ഡിവൈസിനെയാണ് നമ്മൾ സെൻസിങ് എലമെന്റ് എന്ന് വിളിക്കുന്നത്. Another one is transduction element. ആ ട്രാൻസ്ഡക്ഷൻ എലമെന്റ് ആണ് നമ്മുടെ ആ സെൻസിങ് എലമെന്റിന്റെ ഔട്ട്പുട്ടിനെ ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നത്. അതൊരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്ഡക്ഷൻ എലമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു സെൻസിങ് എലമെന്റിന്റെ ഔട്ട്പുട്ടിനെ അതിന് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആക്കി മാറ്റുക എന്നതാണ് ഒരു ട്രാൻസ്ഡക്ഷൻ എലമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. നമുക്കൊരു ട്രാൻസ്ഡ്യൂസറിനെ ഏതൊക്കെ രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം? പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ, പിന്നെ പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ, ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇത് എന്ത് ബേസിസിലാണ് നമ്മൾ ഈ ട്രാൻസ്ഡ്യൂസറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഏത് തരത്തിലാണോ ട്രാൻസ്ഡക്ഷൻ, അതായത് ആ കൺവേർഷൻ നടക്കുന്നത് ഏത് രൂപത്തിലാണോ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ. Then on the basis of the transduction form used, നമുക്ക് ഹൗ ദ ഇൻപുട്ട് ക്വാണ്ടിറ്റിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നനുസരിച്ചിട്ട്, അതായത് ഇൻപുട്ട് ക്വാണ്ടിറ്റിനെ റെസിസ്റ്റൻസ് ആയിട്ടാണോ, കപ്പാസിറ്റൻസ് ആയിട്ടാണോ, ഇൻഡക്റ്റൻസ് ആയിട്ടാണോ, എന്തായിട്ടാണോ മാറ്റണമെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്? കപ്പാസിറ്റീവ് ട്രാൻസ്ഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസ്ഡക്ഷൻ, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡക്ഷൻ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡക്ഷൻ, ഫോട്ടോ വോൾട്ടൈക് ട്രാൻസ്ഡക്ഷൻ, ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡക്ഷൻ, ഓപ്റ്റിക്കൽ ട്രാൻസ്ഡക്ഷൻ, ഇലക്ട്രോകൈനാമാറ്റിക് ട്രാൻസ്ഡക്ഷൻ, തെർമോ ഇലക്ട്രിക് ട്രാൻസ്ഡക്ഷൻ, അങ്ങനെ പല രൂപത്തിൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം.
അതായത് നമുക്കൊരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റണം എന്ന് പറഞ്ഞാലും അതൊരു വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആവാം, ഇൻഡക്റ്റൻസ് ആവാം. എങ്ങനെയാണോ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് അതിനെ ഇങ്ങനെയും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ എന്താ പറയാ, നമുക്ക് ട്രാൻസ്ഡക്ഷൻ ഫോമിന് യൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈമറി, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ, ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ, ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറും ട്രാൻസ്ഡ്യൂസർ. പിന്നെ ഇൻപുട്ട് ക്വാണ്ടിറ്റിനെ എന്ത് രൂപത്തിലാണ് മാറ്റുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനും കൂടെ നടത്താം. പിന്നെ ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആണ്. സോ വാട്ട് ഈസ് മെന്റ് ബൈ എ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ? അപ്പൊ അതിൽ നമുക്ക് രണ്ട് പോർഷൻ ഉണ്ട്. ഒന്നൊരു മെക്കാനിക്കൽ പോർഷനും ഒരു മെക്കാനിക്കൽ ഡിവൈസും, മറ്റൊന്നൊരു ഇലക്ട്രിക്കൽ ഡിവൈസും. അതിൽ മെക്കാനിക്കൽ ഡിവൈസ് എന്തായിട്ട് ആക്ട് ചെയ്യും? മെക്കാനിക്കൽ ഡിവൈസ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രിക്കൽ ഡിവൈസ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൽ എന്താ ചെയ്യുന്നത്? മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ഒരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ ഇടയിലുള്ള ഒരു സിഗ്നൽ പോലെയാണ്. അതായത് ആ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിനെ പിന്നെ തിരിച്ച് വീണ്ടും നമ്മൾ ട്രാൻസ്ഡക്ഷൻ നടത്താണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മെഷർമെന്റ് ഓഫ് പ്രഷർ യൂസിങ് ബോർഡൻസ് ട്യൂബ് ആൻഡ് LVDT. അപ്പൊ അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു LVDTയും അതുപോലെ തന്നെ ഒരു ബോർഡൻ ട്യൂബിന്റെ ഒരു കോമ്പിനേഷനും കൂടിയാണ് നമ്മൾ ഒരു കൺവേർഷൻ നടത്തുന്നുണ്ടാവുക. അതായത് ഈ ബോർഡൻ ട്യൂബിനെ നമുക്കൊരു എന്താ പറയാ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. LVDT അതിനെ ഒരു ഈ ഡിസ്പ്ലേസ്മെന്റിനെ ഒരു എന്താ പറയുക ഒരു ഇലക്ട്രിക്കൽ പാരാമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഇസ് പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. നമുക്കറിയാം ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ടൊരു പവർ സപ്ലൈ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം പാസീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്വന്തമായിട്ടൊരു പവർ സോഴ്സ് ഉണ്ടായിരിക്കില്ല. അതായത് അതിനൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സോഴ്സ് കൊടുക്കേണ്ടി വരും. അതേസമയം ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ അതിനൊരു എക്സ്റ്റേണൽ സോഴ്സിന്റെ ഒരു ആവശ്യമില്ല. അതിന് സ്വന്തമായിട്ട് ഒരു ജനറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. So what is a passive transducer? It's an externally powered transducer. അതിനൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ കൊടുക്കണം. അതായത് അതിന് സ്വന്തമായിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ അതിന് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ഉപയോഗിക്കണം. എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ ഒരു ഹെൽപ്പോട് കൂടി മാത്രമേ അതിന് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ കിട്ടുള്ളൂ. പാസീവ് ട്രാൻസ്ഡ്യൂസർ ഡിപെൻഡ്സ് ഓൺ ദ ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക്കൽ പാരാമീറ്റർ. അപ്പോൾ അത് എന്തിന്റെ ബേസിസിലാണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ പാരാമീറ്ററിന്റെ ചേഞ്ചിന്റെ ബേസിസിലാണ്. റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ഓർ കപ്പാസിറ്റൻസ്. എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ഓർ കപ്പാസിറ്റൻസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആരൊക്കെയാണ്? LVDT, സ്ട്രെയിൻ ഗേജ്, റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ എല്ലാം നമുക്ക് ഈ പറഞ്ഞ പാസീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ക്ലാസിഫിക്കേഷനിലാണ് വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഒന്നും അത് ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വരും? Definitely you will require an external source of power. Okay, so what about an active transducer? It's self-generating type. അത് self-generating type transducer ആണ്. അതിനൊരു ഇലക്ട്രിക്കൽ പാരാമീറ്ററിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് വോൾട്ടേജ് ഓർ കറണ്ടിനെ അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് അത് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിനെ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വോൾട്ടേജോ കറണ്ടോ പോലൊരു ഇലക്ട്രിക്കൽ പാരാമീറ്റർ ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് സപ്ലൈ ഓർ പവർ ഇസ് നോട്ട് റിക്വയർഡ്. എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ സോഴ്സ് ഒന്നും അതിന് ആവശ്യമില്ല. അത് സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ് ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? തെർമോകപ്പിൾ, ഫോട്ടോ വോൾട്ടൈക് സെൽ ആൻഡ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. എക്സാമ്പിൾസ് ആർ തെർമോകപ്പിൾ, PV സെൽ ആൻഡ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. അതൊരു ഇലക്ട്രിക്കൽ പാരാമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കറണ്ടോ വോൾട്ടേജോ ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈയുടെ റിക്വയർമെന്റ് ഇല്ല. നെക്സ്റ്റ് ഇസ് അനലോഗ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ അനലോഗ് ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്? ഇൻപുട്ട് ക്വാണ്ടിറ്റിനെ ഒരു അനലോഗ് ഫംഗ്ഷൻ ആയിട്ടാണ് മാറ്റുന്നത്, ഒരു അനലോഗ് ക്വാണ്ടിറ്റി ആയിട്ടാണ് മാറ്റുന്നത്. അനലോഗ് ക്വാണ്ടിറ്റി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സോഴ്സ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച് ഇസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം. അതായത് അതിന് ഫുൾ ടൈം. ഇപ്പൊ ഒരു സൈനസോയിഡൽ വേവ് നമുക്കൊരു അനലോഗ് സിഗ്നൽ ആണ് ഒരു എക്സാമ്പിൾ ആണെന്ന് പറയും. കാരണം അത് നമ്മുടെ ടൈമിന്റെ ഏത് ടൈമിലെടുത്ത് നോക്കിയാലും അതിനൊരു സിഗ്നൽ ഉണ്ടായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡിജിറ്റൽ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എപ്പോഴും സിഗ്നൽ ഉണ്ടായിരിക്കില്ല. ചില ഇൻസ്റ്റൻസിൽ മാത്രം. അതായത് ഈ ഒരു സിഗ്നലിന് ഇങ്ങനത്തെ രൂപത്തിൽ, അതായത് അതിന്റെ സാമ്പിൾ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിന്റെ പ്രത്യേകത? ഇറ്റ് വിൽ ബി കൺവേർട്ടിംഗ് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി into an electrical output which is in the form of pulses. പൾസസിന്റെ രൂപത്തിൽ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് മാറ്റണമെങ്കിൽ നമുക്ക് അതിനൊരു ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കാൻ പറ്റും. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്രോക്സിമിറ്റി സെൻസർ, ഷാഫ്റ്റ് എൻകോഡർ എക്സെട്ര. ഇതെല്ലാം ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. അപ്പൊ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റുന്നതാണ് ട്രാൻസ്ഡ്യൂസർ. ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാലോ
ഒരു തിരിച്ചുള്ളത്, അതായത് ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിനെ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നതാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റും നമുക്ക്. അല്ല, രണ്ടിനും. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുന്നത്? അത് ഒരു കറന്റ് ക്യാരിയിങ് കോയിൽ, ഒരു മൂവിംഗ് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു കറന്റ് ക്യാരിയിങ് കോയിൽ ഉണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്നതാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. പിന്നെ പലതും നമുക്ക് ഒരുപാട് റെക്കോർഡിംഗ് ഡിവൈസസ് ഒക്കെ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറിന്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ നമുക്ക് എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? ഒരു മെക്കാനിക്കൽ മൂവ്മെന്റിനെ കറണ്ടോ വോൾട്ടേജോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് അമ്മീറ്ററും വോൾട്ട് മീറ്ററും ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ദെൻ ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ. ഒരു ട്രാൻസ്ഡ്യൂസറിന് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് ഉള്ളത്? എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്? ഒന്ന് റഗ്നെസ്. അത് നമുക്ക് കുറച്ചൊരു ഓവർലോഡ് വന്നാലും അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഇഷ്യൂസ് വന്നാലും അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ടാവും. നെക്സ്റ്റ് ഇസ് ലീനിയാരിറ്റി. വാട്ട് യു മീൻ ബൈ ദ ടേം ലീനിയാരിറ്റി? ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ലീനിയർ റിലേഷൻഷിപ്പിലായിരിക്കണം. അതായത് നമുക്ക് മാറ്റുമ്പോൾ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കുറച്ച് മാറ്റിയ ഔട്ട്പുട്ടിൽ കുറച്ചേ മാറാൻ പാടുള്ളൂ. അങ്ങനെ മാറുകയാണെങ്കിൽ നമുക്കത് ലീനിയർ ആണെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇൻപുട്ടിൽ ഞാനൊരു എന്താ പറയുക 1 മില്ലിമീറ്റർ നീക്കി അപ്പൊ അപ്പുറത്ത് വോൾട്ടേജ് ഒരു 10 വോൾട്ട് മാറി. അങ്ങനെയല്ല, ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുന്ന രീതിയിലേ മാറണുള്ളൂ എങ്കിൽ നമുക്കതിനെ ലീനിയർ ആണെന്ന് പറയാം. ദെൻ വാട്ട് ഇസ് മീൻ ബൈ ദ ടേം റിപ്പീറ്റബിലിറ്റി? ഒരു സാധനം നമുക്ക് പല പ്രാവശ്യം ഒരേ കണ്ടീഷനിൽ മെഷർ ചെയ്യുമ്പോഴും സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടണം. അതായത് ഞാൻ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ ഞാൻ എന്റെ അമ്മീറ്ററും വോൾട്ട് മീറ്ററും എന്റെ റിയോസ്റ്റാറ്റ്സും എന്റെ ലോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്റെ എന്താ പറയുക കൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് മെഷർ ചെയ്തപ്പോൾ എനിക്ക് 2 ആംപിയർ കിട്ടി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതേ സെറ്റപ്പ് തന്നെ, അതായത് എന്റെ ലോഡ് ഞാൻ മാറ്റിയിട്ടില്ല, റിയോസ്റ്റാറ്റിന്റെ പൊസിഷൻ മാറ്റിയിട്ടില്ല, വോൾട്ടേജ് മാറ്റിയിട്ടില്ല, ഒന്നും മാറ്റാണ്ട് ഞാൻ വീണ്ടും മെഷർ ചെയ്യുകയാണെങ്കിലും എനിക്ക് നേരത്തെ മെഷർ ചെയ്ത സെയിം ക്വാണ്ടിറ്റി തന്നെ കിട്ടണം. അതല്ല കഴിഞ്ഞാൽ അത് റിപ്പീറ്റബിലിറ്റി ഇല്ല എന്നർത്ഥം, അത് തെറ്റാണ്. നെക്സ്റ്റ് ഹൈ ഔട്ട്പുട്ട് സിഗ്നൽ ക്വാളിറ്റി. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സിഗ്നൽ വേണം കിട്ടാനായിട്ട്. അതായത് നിങ്ങൾ CROയിലൊക്കെ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ചിലപ്പോൾ നമ്മൾ അതിന്റെ പ്രോബിന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഇങ്ങനെ കുറെ ആവശ്യമില്ലാത്ത വര കാണും. അതായത് നോയ്സ് ഉണ്ടെന്ന് പറയും. അപ്പൊ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് ഹൈ ആയിരിക്കണം. അതായത് നമുക്ക് സിഗ്നൽ ആവണം കൂടുതൽ, നോയ്സിനെക്കാട്ടിയും നല്ലോണം കൂടുതൽ സിഗ്നൽ ഉണ്ടാകണം. പിന്നെ ഹൈ റിലയബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. നമുക്ക് അധികം എറർ ഒന്നും ഇല്ലാതെ മെഷർ ചെയ്യാൻ പറ്റും. അതായത് ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എറർ ഒന്നും വരാത്ത രീതിയിൽ മെഷർമെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അതൊരു നല്ല ട്രാൻസ്ഡ്യൂസർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ ഗുഡ് ഡൈനാമിക് റെസ്പോൺസ്. ഔട്ട്പുട്ട് ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ടു ദ ഇൻപുട്ട് വെൻ ടേക്കൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അതായത് നമുക്ക് ആ ഒരു ഇൻപുട്ട് റിലേഷൻഷിപ്പ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻഡ് ആവാം. എന്നാൽ മാത്രമേ നമുക്കതൊരു നല്ല ട്രാൻസ്ഡ്യൂസർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഹിസ്റ്ററിസിസ് ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മളിപ്പോ ഒരു പ്രാവശ്യം വാല്യൂ അങ്ങോട്ട് കൂട്ടി തിരിച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് സെയിം ആ ലോ വാല്യൂ ടു ഹൈ വാല്യൂലേക്ക് പോകുമ്പോഴും ഹൈ വാല്യൂ ടു ലോ വാല്യൂലേക്ക് പോകുമ്പോഴും ഒരേ ഇൻപുട്ടിന് ഒരേ ഔട്ട്പുട്ടിനെ കിട്ടണം. ദെൻ റെസിഡ്യൂവൽ ഡിഫോർമേഷൻ. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിന് മാറ്റങ്ങളൊന്നും വരാൻ പാടില്ല. നമ്മൾ ആ സെറ്റപ്പിൽ കുറച്ച് നേരം ലോഡ് നമ്മുടെ സെറ്റപ്പിൽ വെച്ചു, കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ മാറാൻ പാടില്ല. അതായത് ഒരു ഹീറ്റിംഗ് ഇഫക്റ്റ് കൊണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഇഫക്റ്റ് കൊണ്ട് കാര്യമായ മാറ്റങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോഴാണ് നമുക്കതൊരു നല്ല ട്രാൻസ്ഡ്യൂസർ ആണെന്ന് പറയാൻ പറ്റുക. പിന്നെ നമുക്ക് ഇനി അടുത്തത് ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ, LVDT. അത് ഏതൊരു ബേസിക് ആയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്കും അറിയേണ്ട ഒരു സാധനമാണ് LVDT എന്ന് പറയുന്നത്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അറിയേണ്ട ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞേക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെയല്ല, ട്രാൻസ്ഫോമർ തന്നെയാണ്, ബട്ട് അത് ആ പറയുന്ന ഫ്ലോയിൽ അറിയാണ്ട് വന്നു പോണതാണ് ട്രാൻസ്ഡ്യൂസർ എന്നുള്ളത്. പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ടാവും അറിയാണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ.